അനൽമെൻറ്റ് ഓഫ് ഫോർ ഫീച്ചർ. ഇപ്പോൾ ഫോർ ഫീച്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ്? അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ ഷെയർ ഹോൾഡർ അടയ്ക്കാഞ്ഞാൽ അയാളുടെ ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നതിനാണ് ആക്ച്വലി ഫോർ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അനൽമെൻറ്റ് ഓഫ് ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോൾട്ടിങ് ഷെയർ ഹോൾഡർ, അതായത് ആരാണോ പൈസ അടയ്ക്കാത്തത് ആ ഒരു ഷെയർ ഹോൾഡർ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യാണ് കമ്പനി പറയുന്ന ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഇത്രയും കാലം അടയ്ക്കാത്ത എമൗണ്ടും കമ്പനിക്ക് ഞാൻ അടയ്ക്കാം, എന്ത് ചെയ്യണം? അയാളുടെ നിന്ന് ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ഷെയർ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. സോ കമ്പനി ആ ഷെയർസ് വേറെ ആർക്കും റീഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡീഫോൾട്ടിങ് ഷെയർ ഹോൾഡറിൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം, അയാൾക്ക് അയാളുടെ ഷെയർസ് തിരിച്ചു കൊടുക്കാം. ആ ഒരു പ്രൊസീജിയറിനെയാണ് ആക്ച്വലി നമ്മൾ അനൽമെൻറ്റ് ഓഫ് ഫോർ ഫീച്ചർ എന്ന് പറയുന്നത്. സിംപ്ലി എന്താണ്? ക്യാൻസലേഷൻ ഓഫ് ഫോർഫീച്ചർ ഓൺ റിക്വസ്റ്റ് ബൈ ദി ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഫോർഫീച്ചർ എന്നുള്ള പ്രൊസീജിയർ എന്ത് ചെയ്യാണ്? ക്യാൻസൽ ചെയ്തിട്ട് അയാൾക്ക് അയാളുടെ ഷെയർ തിരിച്ചു കൊടുക്കുകയാണ്. അതിനെയാണ് അനൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അനൽമെൻറ്റിൽ എന്ത് വേണം? നമ്മൾ എത്ര എമൗണ്ട് ആണോ അടയ്ക്കാത്തത് ആ എമൗണ്ടും ഷെയർ ഹോൾഡർ അടയ്ക്കണം, കമ്പനി പറയുന്ന ഇൻട്രസ്റ്റും അടയ്ക്കണം. അപ്പം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആ ഷെയർസ് കമ്പനി അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അനൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ. നമ്മൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്തത്? ഇതുവരെ എത്രയാണോ എമൗണ്ട് കിട്ടിയത് അത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അനൽമെൻറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എൻട്രീനെ ക്യാൻസൽ ചെയ്യണം. എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ നമ്മളവിടെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്താണ്? പൈസ വരുന്നുണ്ട് കമ്പനിക്ക്, ഇത്രയും കാലം കിട്ടാത്ത എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും ഒക്കെ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൈസ വരുമ്പോൾ നമ്മൾ അതിന് എന്താ ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതും അല്ലേ? അപ്പോൾ ബാങ്കിനെ നമ്മളവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മയൂർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 20,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ, പ്ലസ് പ്രീമിയം 2 രൂപ, സോ 12 രൂപ. 3 രൂപ ആപ്ലിക്കേഷൻ മണി, 4 രൂപ അലോട്ട്മെൻറ്റ് ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 രൂപയാണ് പ്രീമിയം. അപ്പോൾ 2 + 2 4, അതാണ് അലോട്ട്മെൻറ്റ്. പിന്നെ ഒരു കോളേ ഉള്ളൂ. ഫസ്റ്റ് കോളിൽ എത്ര രൂപയാണ്? 5 രൂപയാണ്. സോ ഫസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ 1000 ഷെയർസാണ് അവരുടെ കയ്യിലുള്ളത്. അവരെന്ത് ചെയ്തില്ല? കോൾ മണി പേ ചെയ്തില്ല. ഈ ഒരു 1000 ഷെയർസ് എന്ത് ചെയ്തു? കമ്പനി ഫോർഫീറ്റ് ചെയ്തു. പക്ഷെ അത് ആർക്കും റീഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പ്രിയ എന്ത് ചെയ്തു? കമ്പനീനോട് റിക്വസ്റ്റ് ചെയ്യാണ് കമ്പനി പറയുന്ന ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഇത്രയും കാലം അടയ്ക്കാത്ത ആ കോൾ മണിയും പ്രിയ പേ ചെയ്യാം, എന്ത് ചെയ്യണം? ഫോർഫീച്ചർ ക്യാൻസൽ ചെയ്തിട്ട് ആ ഷെയർസ് തിരിച്ചു തരണമെന്ന്. സോ പ്രിയ എന്ത് ചെയ്തു? കമ്പനി പ്രിയോട് 6% ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യാൻ പറഞ്ഞത് ആനുവലി. അതായത് കോൾ മണിയുടെ മേലെ ഒരു ഇയറിന് 6% എന്നുള്ള രീതിയിലാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറഞ്ഞത്. സോ പ്രിയ കോൾ മണിയും പ്ലസ് ഇൻട്രസ്റ്റ് പേ ചെയ്തു. പ്രിയയുടെ ഷെയർസ് അവരെന്ത് ചെയ്തു? അനൽമെൻറ്റ് ചെയ്തു, അതായത് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർഫീച്ചറിൻ്റെയും അനൽമെൻറ്റിൻ്റെയും ജേണൽ എൻട്രീസ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർഫീച്ചറിൻ്റെ എൻട്രി എഴുതാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ കോൾ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അപ്പോൾ കോൾ മണി അല്ലേ പേ ചെയ്യാത്തത്? എത്ര ഷെയറിനാണ്? 1000 ഷെയറിന് 5 രൂപ വെച്ചിട്ട് ഫസ്റ്റ് കോൾ പേ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഷെയർ കോളിൽ 1000 × 5 5000. പിന്നെ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഇത്രയും കാലം ആ ഷെയറിന് എത്ര രൂപ കിട്ടി? എക്സ്ക്ലൂഡിങ് ദി പ്രീമിയം ഉൾപ്പെടാതെ എത്ര രൂപ കിട്ടി? 3 രൂപ അപ്ലിക്കേഷൻ കിട്ടി. അലോട്ട്മെൻറ്റ് 4ആണ്, അതിൽ 2 പ്രീമിയം, അപ്പോൾ പ്രീമിയം വേണ്ട, ബാക്കി 2, അപ്പോൾ 3 + 2 5, അങ്ങനെയാണ് 5 രൂപ. അപ്പോൾ 1000 × 5 5000, അതാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ 5000. പിന്നെ ഷെയർ ക്യാപിറ്റൽ മൊത്തം എത്രയാ? 10 രൂപ അല്ലേ? സോ 1000 × 10 10,000. ഇതാണ് 1000 ഷെയർസ് കോൾ മണി പേ ചെയ്യാത്ത സമയത്ത് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രി. ഇനി എന്താ ചെയ്ത പ്രിയ? ഇൻട്രസ്റ്റും കോൾ മണിയും പേ ചെയ്തു. ആസ് എ റിസൾട്ട് അവരുടെ ഷെയർ എന്ത് ചെയ്തു? കമ്പനി റിട്ടേൺ ചെയ്തു, അനൽമെൻറ്റ് നടന്നു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് അനൽമെൻറ്റിൻ്റെ ജേണൽ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അതായത് എത്ര രൂപ വന്നു? 1000 ഷെയറിന് 5 രൂപ വെച്ചിട്ട് 5000 പ്ലസ്
പലിശയും വന്നില്ല, ഇൻട്രസ്റ്റും വന്നു. എത്ര രൂപയാണ്? 6% പെർ ആനാണ്. എന്തിൻ്റെ മേലെ? കിട്ടാത്ത കോൾ മണിയുടെ മേലെ. അപ്പോൾ 5000 ഇൻറ്റു 6/100. എത്ര മാസം കഴിഞ്ഞിട്ടാണ്? 2 മാസം കഴിഞ്ഞപ്പോൾ. ഒരു വർഷമില്ല അല്ലേ? 2 മന്തിന് ശേഷം എന്ത് ചെയ്തു? അനൽമെൻറ്റിനോട് വേണമെന്ന് പറഞ്ഞു അല്ലേ? സോ ഇൻറ്റു 2/12. അപ്പോൾ ടോട്ടൽ 50 രൂപ. അപ്പോൾ 5000 + 50 5050. അതാണ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷെയർ ഫോർഫീറ്റഡിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്യണം അല്ലേ? അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യാം. അതാണ് 1000 ഷെയറിന് 5 രൂപ വെച്ചിട്ട് 5000. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 1000 ഷെയറിന് എത്ര രൂപയാണ്? 10 രൂപ വെച്ചിട്ട് 10000. പിന്നെ അഡീഷണൽ ആയിട്ട് എന്താ ഉള്ളത്? ഇൻട്രസ്റ്റ്. ടു ഇൻട്രസ്റ്റ്. അപ്പോൾ 1000 ഷെയറിന് 5 രൂപ വെച്ച് 5000 ഇൻറ്റു 6/100 6% ആണ്, ഇൻറ്റു 2/12 2 മാസമാണ് 50 രൂപ. അപ്പോൾ ഇതാണ് അനൽമെൻറ്റിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ?